പേരാമ്പ്രയിൽ ബസ്സുകളുടെ മത്സരോട്ടത്തിനെതിരെ പരാതിപ്പെട്ട ഒരാളുണ്ട്. സൂരജ് എന്നാണ് പേര്. സൂരജ്, ഞാനൊരു വാർത്ത വായിക്കുക എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം തിരുവാലിയിലെ സംഭവമാണ്. ഒരു ബസ് മറ്റൊരു ബസ്സിനെ ബോധപൂർവ്വം ഇടിച്ചു. സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള പകയാണ്. അതിന് അവർ പക തീർത്തോട്ടെ, പക്ഷേ അതിനിരയായിട്ട് വന്ന ആരാ? ഒരു ബസ്സിലെ ഒരു യാത്രക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലെ ഒരു ഓഡിയോ പുറത്തു പറയുകയായിരുന്നു നമ്മുടെ നിഖിൽ പ്രമേഷ്. അതിൽ പറയുന്നത് പേടിയാണ് വണ്ടി റോഡിലിറങ്ങാൻ. ഈ പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പച്ചയ്ക്ക് വണ്ടി ഓടിക്കുന്നില്ല, എല്ലാവരും കഞ്ചാവ് MDMA എന്നൊക്കെയാണ്. സൂരജ്, എന്താ പറയാനുള്ളത്? ഒരു 2 മാസം മുമ്പാണ് കോഴിക്കോട് ഊറ്റാടി റോട്ടിൽ നിരന്തരമായ അപകടങ്ങൾ സംഭവിച്ച സമയത്ത് പിന്നെ ഒരു വിദ്യാർത്ഥി മരിക്കുന്നു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ തടയുന്നു, നിരന്തരമായി സമരം ഉണ്ടാവുന്നു. ആ സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ബസ് ഉടമകൾ അത് ബസ്സുകൾ അവരുടെ നിയന്ത്രണത്തിലല്ലാതെ വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കുകയാണ് ഒരു കൂട്ടം തൊഴിലാളികൾക്ക്. ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് ക്രിമിനലുകളായ ആളുകളാണ്. അവർ വാടകയ്ക്ക് എടുത്ത് നിശ്ചിത എമൗണ്ട്, 3000 രൂപയാണ്, 3000 രൂപ ഞങ്ങൾ ഒരു ദിവസത്തെ ഓട്ടത്തിൽ തരും, ബാക്കി കിട്ടുന്നതൊക്കെ ഈ തൊഴിലാളികൾ എടുത്തോളം എന്ന് പറയുകയാണ്. ഈ തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ക്രിമിനലുകളാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് ആ സമരത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. മാന്യമായി തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിനോട് പലതവണ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും മോട്ടോർ വാഹന വകുപ്പും ബസ് ഉടമകളും പോലീസും ഒരു വിഭാഗം ക്രിമിനലുകളായ തൊഴിലാളികളും തമ്മിലുള്ള ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഇടയിൽ വലിയ മിന്നൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ പറ്റൂ. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും സാധാരണക്കാരായ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളുകൾ, പിന്നെ കാർ ഓടിക്കുന്ന ആളുകൾ, കാൽനട യാത്രക്കാരൊക്കെ അപകടങ്ങൾ മരിക്കുന്നത് പതിവ് കാഴ്ചകളായി നമ്മൾ കാണേണ്ടി വരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ബസ് തൊഴിലാളികളിലെ ഒരു വിഭാഗം തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ ലഹരി ഉപയോഗമുണ്ട്. ഇത് നിയന്ത്രിക്കാൻ ഒരു മിന്നൽ പരിശോധന ഉണ്ടാവണം, പക്ഷെ ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ കാരണം അത് ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. കാര്യം എന്താ അറിയോ, ഇത് താങ്കൾ പറയുന്ന പോലെ വലിയ മാഫിയാണെങ്കിൽ മാഫിയ എന്ന പദാവലിയും ഈ പറഞ്ഞ അധികാര കേന്ദ്രങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ഒരു ടീം, ഒരു വിശ്വ സർക്കിളിനാണല്ലോ മാഫിയ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ബന്ധമുള്ളതാണെങ്കിൽ ആ പരിശോധന ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണണം. തോമസ് മാത്യു പറയുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അപ്പോൾ തന്നെ എന്തൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണമെന്ന് പറയണം. അതടക്കം കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാവണം, അല്ലേ അനുജ? തീർച്ചയായും നിർദ്ദേശം ഉണ്ടാകും, അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. സ്വാഗതാർഹമാണ് മന്ത്രി പറയുന്ന കാര്യങ്ങൾ. പക്ഷെ അത് എത്രത്തോളം നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഓരോ സംഭവം വരുമ്പോഴും നമുക്ക് സംശയം ഉയരുന്നത്. അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.